ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂണിറ്റിൻ്റെ പേര് ഫെസ്റ്റീവ് ഫൺ. അപ്പോൾ നമുക്കറിയാം ടെക്സ്റ്റ് ബുക്സ് എല്ലാം മാറിയിട്ടുണ്ട്, ഏറ്റവും പുതിയ സിലബസാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ലെസൺസിൽ ഓരോന്നും കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഈസി ഇംഗ്ലീഷ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. +2 വരെ, 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സ് ലെസൺസ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത്രയും സിമ്പിളായിട്ട് ക്ലാസ്സിലെടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം യൂണിറ്റ് 2 ഫെസ്റ്റീവ് ഫൺ. അപ്പോൾ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ ആഘോഷമാണ്. അപ്പോൾ ഫെസ്റ്റീവ് ഫൺ ആഘോഷത്തിൻ്റെ ഒരു തമാശയും ഫണ്ണും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്, ബർത്ത്ഡേ പാർട്ടിയാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ കോട്ട്? യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. അപ്പോൾ എന്താണ്, ഈ ലോകത്തിൻ്റെ ആഘോഷത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിലേക്ക് നിങ്ങൾക്ക് എൻട്രി കിട്ടി അല്ലേ, അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമാണ്, ബ്ലെസ്ഡ് ആണ് എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നേരെ ലെസണിലേക്ക് വരാം. അപ്പോൾ അതിലെ ഫസ്റ്റ് പാർട്ട്, ദ സീ പാലസ്, കടലിലെ ഒരു കൊട്ടാരം. നോക്കാം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ നീന്തുക. ഒരു ഗോൾഡ് ഫിഷ് ഇതാ കാണുന്നുണ്ടല്ലോ, ഗോൾഡ് ഫിഷ്. എല്ലാവർക്കും അറിയാം ഗോൾഡ് ഫിഷ് എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് വീട്ടിലൊക്കെ അക്വേറിയം ഉണ്ടാവും അല്ലേ. അപ്പം ഈ അക്വേറിയത്തിൽ ചില്ലുകൂട്ടിൽ നിങ്ങളിങ്ങനെ കാണും ഗോൾഡ് ഫിഷ്. സോ എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. സീ കടൽ. ഒരു ഗോൾഡ് ഫിഷ് എന്താണ്, കടലിങ്ങനെ നീന്തുകയാണ്. ഹീ സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ അവൻ്റെ സുഹൃത്തുക്കൾ, ഈ ഗോൾഡ് ഫിഷിൻ്റെ സുഹൃത്തുക്കളായ മറ്റു ഫിഷ് എല്ലാം ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിങ് ഓൺ ദ വേവ്സ്. ആ സമയത്ത് ഒരു സ്റ്റാർ ഫിഷ്, ഇതാണ് സ്റ്റാർ ഫിഷ്, സ്റ്റാറിനെ പോലെ കാണാം, നമ്മൾ കണ്ടിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് വീഡിയോസിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റാർ ഫിഷ്. അപ്പോൾ സ്റ്റാർ ഫിഷ് എന്താണ്, ഇങ്ങനെ ഫ്ലോട്ടിങ്, ഒഴുകി നടക്കുകയാണ്, വേവ്സ്, തിരയോടൊപ്പം, തിരമാലക്കൊപ്പം ഇതിങ്ങനെ കളിച്ച് നടക്കുകയാണ്. എ ജെല്ലി ഫിഷ് സ്പാക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ഒരു ജെല്ലി ഫിഷ്, ഓക്കെ, ഒരു ജെല്ലി ഫിഷ് എന്താണ് ചെയ്യുന്നത്? ഇതാ ജെല്ലി ഫിഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ ഒരു ബ്ലൂ കളറിൽ കണ്ടോ, റൈറ്റ് സൈഡിൽ ബ്ലൂ കളറിൽ അല്ലേ, ഒരു പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വേറൊരു ജീവിയാന്ന് തോന്നുന്നതാണ് ജെല്ലി ഫിഷ് അല്ലേ, ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷ് എന്താ ചെയ്യുന്നത് നോക്കാം. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. സ്പാർക്കിൾഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങി, തിളങ്ങി നിൽക്കുകയാണ്, അങ്ങനെ ബ്ലൂ വാട്ടർ, കടലിൻ്റെ നീല വെള്ളത്തിൽ ഇതിങ്ങനെ തിളങ്ങി. ഡോൾഫിൻസ് വേർ ഡാൻസിങ്. അപ്പോൾ പലതരം ഫിഷ് ഉണ്ട് കേട്ടോ. ഡോൾഫിൻസ് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേർ ആർ ദേ ഗോയിങ്? എങ്ങോട്ടാണ് ഇവരെല്ലാം പോകുന്നത്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. തോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു, തിങ്ക് ചിന്തിക്കുക, തോട്ട് ചിന്തിച്ചു. സോ ഗോൾഡ് ഫിഷ് ചിന്തിച്ചു, എങ്ങോട്ടാണ് എല്ലാവരും പോകുന്നത്? ഒരേ ഡയറക്ഷനിൽ, ഒരേ ഭാഗത്തേക്ക് എല്ലാ ഈ ബേർഡ് എന്താ പറയുക, ഈ ഫിഷ് എല്ലാം പോവുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് ഇവരെല്ലാം പോകുന്നത്? ഹി ഫോളോഡ് ദം. അപ്പോൾ ഈ ഗോൾഡ് ഫിഷും അവർക്കൊപ്പം കൊണ്ട് പോയി. ഇൻ ദ ഡീപ് സീ, കടലിൻ്റെ ആ ആഴത്തിൽ, ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. ഒരു മനോഹരമായ, ബ്യൂട്ടിഫുൾ മനോഹരമായ ഗ്ലാസ് കൊണ്ടുള്ള ഒരു പാലസ്, ഒരു കൊട്ടാരം കണ്ടു. വളരെ മനോഹരമായ ഒരു കൊട്ടാരം. അങ്ങോട്ടാണ് ഈ ഫിഷ് എല്ലാം പോകുന്നത്. അപ്പോൾ ഈ ഗോൾഡ് ഫിഷും ആ പാലസ് കണ്ടു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ്, അതാകെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. വിത്ത് ജെംസ്. ജെം എന്ന് പറഞ്ഞാൽ വില കൂടിയ കല്ലുകൾ, പേൾസ് മുത്തുകൾ. വില കൂടിയ കല്ലുകളാലും മുത്തുകളാലും ആ കൊട്ടാരമാകെ അലങ്കരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ്. ദ ഡോർസ് ഓഫ് ദ പാലസ് വർ വൈഡ് ഓപ്പൺ. അതിൻ്റെ ഒരു കൊട്ടാരമൊക്കെ ആകുമ്പം അതിൻ്റെ ഡോർസ് എല്ലാം കൊട്ടി അടക്കപ്പെടും അല്ലേ. പക്ഷേ ഇവിടെ ഈ മനോഹരമായ പാലസിൻ്റെ ഡോറെല്ലാം ഓപ്പൺ ആണ്. വേർ വൈഡ് ഓപ്പൺ, അതെല്ലാം തുറന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ലെസണിലും ഉണ്ട്. അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ, ഇപ്പോൾ നിങ്ങൾ പാരൻ്റ് ആണെങ്കിൽ ഈ ചോദ്യം കുട്ടികളോട് ചോദിക്കാം. ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ പാലസ്. ഗോൾഡ് ഫിഷും അവൻ്റെ ഫ്രണ്ട്സും പാലസിലെത്തി. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അടുത്തായിട്ട് എന്ത് സംഭവിക്കും? അപ്പോൾ അടുത്ത ഭാഗം വായിച്ചത് മനസ്സിലാവും, പക്ഷേ കുട്ടികളോട് ഇങ്ങനെ ചോദിക്കുക, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആൻസർ ചെയ്യട്ടെ. സോ ദ മെർമെയ്ഡ്. അപ്പോൾ അടുത്ത സെക്ഷൻ്റെ പേരാണ് ദ മെർമെയ്ഡ്. മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ മത്സ്യകന്യക. സോ ഇവിടെ മത്സ്യകന്യകയുടെ പിക്ചർ ഉണ്ടാവേണ്ടതാണ് തീർച്ചയായിട്ടും. ഇതാണ് മെർമെയ്ഡ് കേട്ടോ, എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ്. സോ ഈ ഭാഗം നോക്കാം. A beautiful mermaid appeared near the door
ഈ പാലസിൻ്റെ ഡോറിനരികെ ഒരു ബ്യൂട്ടിഫുള്ളായ മനോഹരിയായിട്ടുള്ള മെർമെയ്ഡ്, ഒരു മത്സ്യകന്യക, ജലകന്യക അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു. നിയർ ദ ഡോർ, നിയർ അരികെ, ഡോർ തന്നെ, ഡോറിൻ്റെ അരികെ ഒരു മത്സ്യകന്യക പ്രത്യക്ഷപ്പെട്ടു. ഹൗ പ്രെറ്റി ഷീ ഈസ്. പ്രെറ്റി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ, മനോഹരം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മത്സ്യകന്യകയായിരുന്നു അത്. എക്സ്ക്ലെയിംഡ് ദ ഗോൾഡ് ഫിഷ്. അപ്പോൾ ഗോൾഡ് ഫിഷ് ഈ മത്സ്യകന്യയെ കണ്ടിട്ട് അത്ഭുതത്തോടെ, എക്സ്ക്ലെയിംഡ് എന്ന് പറഞ്ഞാൽ അതിശയിച്ചുകൊണ്ട് പറഞ്ഞു, ഹൗ പ്രെറ്റി ഷീ ഈസ്, ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ, വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്, ഓൾ ഓഫ് ദം സെറ്റ് ടുഗെദർ. അപ്പോൾ ഈ ജലകന്യക, ഈ മത്സ്യകന്യക കാണാനാണ് ഇത്രയും ഫിഷെല്ലാം അങ്ങോട്ട് വന്നത്. അപ്പോൾ അത് ഗോൾഡ് ഫിഷിന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ മത്സ്യകന്യയുടെ പേരാണ് പ്രിൻസസ് ജൂലിയ. അപ്പോൾ ഇവരുടെ ബർത്ത്ഡേ ആണ്. സോ ഹാപ്പി ബർത്ത്ഡേ എന്നെല്ലാവരും വിഷ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. ഓക്കെ, ബ്രോട്ട്, ആ ആറങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ വാങ്ങിച്ചു എന്നുള്ള അർത്ഥം. സോ ആ BROUGHT, ബ്രോട്ട് കൊണ്ടുവന്നു. ആറങ്ങ് ഒഴിവാക്കിയാൽ ബോട്ട്, വാങ്ങിച്ചു, കടയിൽ നിന്നും മേടിച്ചു എന്നുള്ള അർത്ഥമായി. സോ ബാക്കി നോക്കാം. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗിഫ്റ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദം സെറ്റ് ടുഗെദർ, അവരെല്ലാവരും ഒരുമിച്ച് അങ്ങ് പറഞ്ഞു. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് ഗ്ലിൻഡിങ്, തിളങ്ങുന്ന ലൈറ്റ്സ്, നല്ല ലൈറ്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ദ വെയിൽസ്, വെയിൽസ് എന്ന് പറഞ്ഞാൽ തിമിംഗലങ്ങളാണ്, കടലിലെ ഏറ്റവും വലിയ ജീവികളാണ് വെയിൽസ്. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. ജിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കുന്ന, ഇപ്പോൾ കോയിൻസ് അതല്ലെങ്കിൽ വളകളൊക്കെ ഇട്ട് ഇളക്കിയാലുള്ള ശബ്ദമാണ് ജിംഗ്ലിംഗ്. ഇവിടെ ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ വളകൾ. അപ്പോൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന വളകൾ ഇങ്ങനെ കൂട്ടി ഉരക്കുമ്പോൾ, കൂട്ടി തട്ടുമ്പോഴുള്ള ശബ്ദമല്ലേ, അതാണ് ജിംഗ്ലിംഗ്. അപ്പോൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന ബാംഗിൾസ് ആണ് വെയിൽസ് കൊണ്ടുവന്നത്. ദ ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രേഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസോ നല്ല ഫ്രേഗ്രൻറ്റ്, സുഗന്ധമുള്ള, ഫ്രേഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല രസകരമായ മണമുള്ള, സോ സുഗന്ധമുള്ള ഫ്ലവേഴ്സ് കൊണ്ടുവന്നു. ജൂലിയ സ്മൈൽഡ്. അപ്പോൾ ഈ രാജകുമാരി, നമ്മുടെ മെർമെയ്ഡ് ജൂലിയ സ്മൈൽഡ്, പുഞ്ചിരിച്ചു. ആൻഡ് റിപ്ലൈഡ്, എന്നിട്ട് റിപ്ലൈ ചെയ്തു, മറുപടി പറഞ്ഞു. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, കം ഓൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. നന്ദി, എല്ലാവരോടും നന്ദി പറയാം. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, കം ഓൺ വരൂ, ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി, നമുക്ക് തുടങ്ങാം. ബിഗിൻ ആരംഭിക്കുക, തുടങ്ങുക. സോ നമുക്ക് തുടങ്ങാം, പാർട്ടി തുടങ്ങാം. ദർ വാസ് എ ബിഗ് കേക്ക് ഓൺ എ ടേബിൾ. അവിടെ ടേബിളിൻ്റെ മുകളിൽ ഒരു വലിയ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻ ദ ഹാളിൽ ടേബിളിൻ്റെ മുകളിൽ ഒരു വലിയ കേക്ക് ഉണ്ട്. ദ പാർട്ടി ബിഗാൻ, അങ്ങനെ പാർട്ടി ആരംഭിച്ചു. ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി, അവരെങ്ങനെയാണ് പാർട്ടി ആരംഭിക്കുക എന്ന് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നോക്കാം. ദ ബർത്ത്ഡേ പാർട്ടി, അതാണ് അടുത്ത സെക്ഷൻ. ദ ബർത്ത്ഡേ പാർട്ടി. പ്രിൻസസ് ജൂലിയ വെൻറ്റ് ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. ആ ടേബിളിന് മുകളിൽ കേക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതിനടുത്തേക്ക് പ്രിൻസസ് ജൂലിയ പോയി, മെർമെയ്ഡ് പോയിട്ട് എന്ത് ചെയ്തു? കട്ട് ദ കേക്ക്, കേക്ക് കട്ട് ചെയ്തു. ഷീ ലുക്ഡ് ക്യൂട്ട് ഇൻ ഹർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അപ്പം ജൂലിയ ലുക്ഡ് ക്യൂട്ട്, അതിമനോഹരിയായിരുന്നു. ക്യൂട്ട് മീൻസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇൻ ഹർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ, ജൂലിയ ധരിച്ചിരിക്കുന്ന ക്രൗണ്, അതായത് ആ കിരീടം, ക്രൗൺ മീൻസ് കിരീടം, അത് ഡയമണ്ട്, വജ്രങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ വജ്രങ്ങൾ കൊണ്ട് നിർമ്മിച്ചതല്ല, വജ്രങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ ആ ഡയമണ്ടിൽ ഇഷ്ടംപോലെ വജ്രങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. അതിമനോഹരമായിരുന്നു അവരുടെ ആ ഒരു ക്രൗൺ. ഓൾ ക്ലാപ്ഡ് ആൻഡ് സാങ്, എല്ലാവരും കൈകളടിച്ചു. ആൻഡ് സാങ്, ഒരുമിച്ച് പാടി. എന്താ പാടിയത്? ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. എവ്രി വൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ്സ് ടു ജൂലിയ. സോ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്ന് പ്രിൻസസ് ജൂലിയക്ക് വിഷ് ചെയ്തു. എന്നിട്ടോ എവ്രി വൺ മീൻസ് എല്ലാവരും, പ്രസൻറ്റഡ് എല്ലാവരും നൽകി, പ്രസൻറ്റഡ് എല്ലാവരും നൽകി, ദെയർ ഗിഫ്റ്റ്സ് ടു ജൂലിയ, ജൂലിയക്ക് നൽകി, ഗിഫ്റ്റ്സ് എല്ലാം നൽകി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. ഗ്രേറ്റ്ഫുൾ മീൻസ് താങ്ക്ഫുൾ. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരും. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. നമുക്ക് ഡാൻസ് ചെയ്യാം. ലെറ്റ്സ് ഹാവ് ഫൺ, നമുക്ക് അടിച്ചു പൊളിക്കാം. സെഡ് ദ പ്രിൻസസ് പറഞ്ഞു, സ്മൈലിംഗ്, പുഞ്ചിരിച്ചുകൊണ്ട്. ദ മ്യൂസിക് ബിഗാൻ, മ്യൂസിക് ആരംഭിച്ചു. ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്, അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. കേക്ക് കണ്ടല്ലോ. ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്.
അത് കുട്ടികളോട് ചോദിക്കാനുള്ളതാണ്. ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സെലിബ്രേഷൻ? ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഏതെങ്കിലും ഒരു സെലിബ്രേഷനിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, പങ്കെടുത്തിട്ടുണ്ടോ? പാർട്ടിസിപ്പേറ്റഡ് മീൻസ് പങ്കെടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഷെയർ യുവർ എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവം പറയുന്നതാണ്. സോ നെക്സ്റ്റ് ദ ഫീസ്റ്റ്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സദ്യ. സദ്യ ആണ് അടുത്തത്. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്. ഇനി നമുക്ക് സദ്യയാവാം. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. പ്രിൻസസ് രാജകുമാരി. രാജകുമാരി എന്ത് ചെയ്തു? ഇൻവൈറ്റ് ചെയ്തു, എല്ലാവരെയും ക്ഷണിച്ചു. എവ്രി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എല്ലാവരും ഭക്ഷണം എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഫുഡ് എന്ന് പറയാതെ ഫുഡ് എന്ന് ലോങ് വവലിൽ ഉപയോഗിക്കണം കേട്ടോ. ഫുഡ് അല്ല, ഫുഡ് എന്നാണ് വായിക്കുക. സോ എവ്രി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എല്ലാവരും ഭക്ഷണം എൻജോയ് ചെയ്യാൻ തുടങ്ങി. സോ യമ്മി, സോ ഡിലീഷ്യസ്. യമ്മി മീൻസ് ടേസ്റ്റി, ഡിലീഷ്യസ് ടേസ്റ്റി, രണ്ടും ടേസ്റ്റ് എന്നുള്ള അർത്ഥമാണ്. സോ അതി രുചികരമായ ഭക്ഷണം. എല്ലാവരും പറയാണ് സോ യമ്മി, സോ ഡിലീഷ്യസ്. അപ്പോൾ എ സ്റ്റാർ ഫിഷ് ലിക്റ്റ് ഹിസ് പ്ലേറ്റ്. സ്റ്റാർ ഫിഷ് നേരത്തെ കണ്ടല്ലോ, അത് ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നക്കി എന്നാണ്. എന്താ നക്കിയത്? ഹിസ് പ്ലേറ്റ്. രുചി കൊണ്ട്, ഭക്ഷണത്തിന് രുചി കൊണ്ട് ആ പ്ലേറ്റ് നക്കി. ഐ ലവ് ദ ചോക്ലേറ്റ്. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. എനിക്ക് ചോക്ലേറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലവ് ദ ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. എ ഷാർക്ക്, ഒരു സ്രാവ് എന്ത് ചെയ്തു? ഗൾപ്ഡ്, വിഴുങ്ങി. എ ബിഗ് പീസ്, ഒരു വലിയ പീസ് ചോക്ലേറ്റ് എടുത്ത് വിഴുങ്ങി. ദ ജ്യൂസ് ഇസ് സോ റിഫ്രഷിങ്. ജ്യൂസ് വളരെ റിഫ്രഷിംഗ് ആണ്, അതായത് ക്ഷീണം മാറ്റുന്നതാണ്, ഉത്സാഹം തരുന്നതാണ് എന്ന് പറഞ്ഞു. ആര്? എ ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. അതിങ്ങനെ വലിച്ചു കുടിച്ചു എന്നാ. സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്, അവസാന തുള്ളി വരെ വലിച്ചു കുടിച്ചു. ആര്? ജെല്ലി ഫിഷ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ അത് ജ്യൂസ് ഉണ്ട്, പലതും ഉണ്ട്. സഡൻലി, പെട്ടെന്ന്, എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. വിസിൽഡ് എന്ന് പറഞ്ഞാൽ വിസിൽ അടിച്ചു. സ്പെല്ലിംഗ് ശ്രദ്ധിച്ചു നോക്കൂ. വിസിൽ WHISTLED. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. വിസിൽ, വിസിലടിക്കുക. വിസിൽഡ്, വിസിലടിച്ചു. ഒരു ഡോൾഫിന് വിസിലടിച്ചു. വാട്ട്സ് ഹാപ്പനിങ്? ആസ് ദ ഷാർക്ക്. എന്താണ് സംഭവിക്കുന്നത്? ഹാപ്പനിങ്, സംഭവിക്കുന്നത്. ഒരു ഷാർക്ക് ചോദിച്ചു. സോ ഒരു അപായ സൂചന, ഒരു അപകട സൂചന എന്നുള്ള രീതിയിലാണ് ഡോൾഫിൻ വിസിലടിച്ചത്. സോ വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ? എന്തുകൊണ്ടാണ് ഡോൾഫിൻ വിസിലടിച്ചത്? നോക്കാം. എ ത്രെറ്റ്. ത്രെറ്റ് എന്ന് പറഞ്ഞാൽ ഭീഷണി. ഭീഷണി, എ ത്രെറ്റ്, ഒരു ഭീഷണി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ആ എല്ലാവരോടും അലേർട്ട് ആവാൻ, എല്ലാവരോടും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വിസിലടിച്ചത്. നോക്കാം. The men are coming again to dump more plastic waste in the sea, exclaimed the dolphin. ഡോൾഫിൻ എല്ലാവരോടും പറയാണ് എന്തുകൊണ്ടാണ് ഈ വിസിലടിച്ചത്. The men, മനുഷ്യന്മാർ വരുന്നുണ്ട്. ആർ കമ്മിങ് അഗെയിൻ, വീണ്ടും വരുന്നു. സോ അവർ എപ്പോഴും വരാറുണ്ട്, ഇപ്പോഴും വരുന്നു. ടു ഡംപ്, ഡംപ് ചെയ്യാൻ, നിക്ഷേപിക്കാൻ. മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ, കടലിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. കടലിനെ മാലിന്യമാക്കുകയാണ്, മലിനപ്പെടുത്തുകയാണ്. എക്സ്ക്ലെയിം ദ ഡോൾഫിൻ. അത് വളരെ വിഷമത്തോടെ പറയാണ് ഡോൾഫിൻ. ഓൾ ബിക്കേം ആംഗ്രി, എല്ലാവരും ദേഷ്യപ്പെട്ടു. ആംഗ്രി, ദേഷ്യപ്പെട്ടു. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്. അപ്പോൾ ഷാർക്ക്, സ്രാവ് പറയാണ് മെനി ഓഫ് അവർ ഫ്രണ്ട്സ്, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഡൈഡ്, മരിച്ചുപോയി. എങ്ങനെ? ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇവിടെ മനുഷ്യന്മാർ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോയിട്ട് കടലിലിട്ടപ്പം അത് വിഴുങ്ങിക്കൊണ്ട് ആ ഒരുപാട് ഫിഷ് മരണപ്പെടുകയാണ്. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹീസ് ടീത്ത്. ഇപ്പോൾ ഗ്രൈൻഡ് വൺസ് ടീത്ത് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ പല്ലിറുമുക. നമ്മളിങ്ങനെ പല്ലിറുമുമ്പോൾ രണ്ട് വരി പല്ലുകളും പിടിച്ചിങ്ങനെ ഒരു പല്ലിറുമുന്ന ശബ്ദം വരും അല്ലേ? സോ അതിൻ്റെ പാസ്റ്റ് ഫോം, കഴിഞ്ഞു പോയ ഭൂതകാലമാണ് ഗ്രൗണ്ട് വൺസ് ടീത്ത്. അപ്പോൾ ഇവിടെ ദ ഷാർക്ക് ഗ്രൗണ്ട് ഹീസ് ടീത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഷാർക്ക് ദേഷ്യപ്പെട്ടു. അപ്പോൾ ആ ദേഷ്യം പിടിച്ചിട്ട് ഷാർക്ക് രണ്ട് വരി പല്ലുകൾ അമർത്തി ഇങ്ങനെ കടിക്കുന്ന ശബ്ദമാണ് ആ ഇവിടെ പറഞ്ഞത് ഗ്രൗണ്ട് ഹീസ് ടീത്ത്. വി ഷുഡ് സ്റ്റോപ്പ് ദം, ദേ സെഡ് ടുഗെദർ. അവർ ഒരുമിച്ച് പറഞ്ഞു, ഈ മനുഷ്യന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അവരെ ഇങ്ങനെ മലിനപ്പെടുത്താൻ, കടലിനെ മലിനപ്പെടുത്താൻ അനുവദിക്കരുത്. ഡോണ്ട് വറി ഫ്രണ്ട്സ് സെഡ് ദ ബ്ലൂ വെയിൽ. ബ്ലൂ വെയിൽ നീലത്തിമിംഗലം, കടലിലെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലം. അത് പറയാം, ഡോണ്ട് വറി ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ടെൻഷൻ അടിക്കണ്ട. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ തന്നെ, കടലിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനിമലാണ് ഞാൻ. ഐ വിൽ ഡ്രൈവ് ദം അവേ. ഞാൻ അവരെന്ത് ചെയ്യും? ഡ്രൈവ് ദം അവേ, ഓടിച്ചു വിടും. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് ബി സ്വിഷ്ഡ്. എന്താണ് ബ്ലൂ വെയിൽ ചെയ്തത്? ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ, പെട്ടെന്ന് തിരിഞ്ഞ് അങ്ങോട്ട് നീന്തിപ്പോയി. ആൻഡ് സ്വിഷ്ഡ് എന്ന് വെച്ചാൽ മൂവ്ഡ് ക്വിക്ക്ലി വിത്ത് എ സൂഷിങ് സൗണ്ട്. ഒരു
സ്വിഷ് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ബ്ലൂ വെയിൽ അങ്ങ് നീന്തിപ്പോയി. ദ ഷാർക്ക് ഫോളോഡ് ഹെർ. അപ്പോൾ തിമിംഗലത്തിന് പിന്നാലെ ഷാർക്കും പോയി. എന്നിട്ടോ ഈ മനുഷ്യന്മാരെ ഭയപ്പെടുത്താൻ അവരെ കയ്യിൽ കണ്ടോ ചാക്കൊക്കെ, ഈ ചാക്കിലൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. സോ ഫോർഗിവ്നെസ് എന്താണ്? മാപ്പാണ് കേട്ടോ ഫോർഗിവ്നെസ്. നമുക്ക് നോക്കാം. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻറ്റ് നിയർ ദ ബോട്ട്. ദ വെയിൽ തിമിംഗലം അതുപോലെ തന്നെ ഷാർക്ക് സ്രാവ് രണ്ടുപേരും എന്താണ്? വെൻറ്റ് പോയി, നിയർ ദ ബോട്ട് ബോട്ടിനരികെ പോയി. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. ഷാർക്ക് എന്ത് ചെയ്തു? ബീറ്റ് അടിച്ചു. ദ ബോട്ടിനെ ശക്തിയായിട്ട് അടിച്ചു. വിത്ത് ഹിസ് ടെയിൽ വാല് കൊണ്ട്. ടെയിൽ മീൻസ് വാല്. അപ്പോൾ ഈ ഷാർക്ക് എന്ത് ചെയ്തു? അതിൻ്റെ വാല് കൊണ്ട് ശക്തിയായിട്ട് ബോട്ടിനടിച്ചു. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും ഭയപ്പെടും. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. ട്രംബിൾഡ് എന്ന് പറഞ്ഞാൽ വിറച്ചു, ഭയം കൊണ്ട്. ഫിയർ ഭയം. സോ ട്രംബിൾഡ് വിത്ത് ഫിയർ, ഭയം കൊണ്ട് വിറച്ചു. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. ഭയം കൊണ്ട് ഈ ബോട്ടിലുള്ള ആൾക്കാർ, ജനങ്ങൾ എന്ത് ചെയ്തു? വിറച്ചു പോയി. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. സഹായത്തിനായിട്ട് അവർ ഉറക്കെ കരഞ്ഞു. ബൈ ദിസ് ടൈം, ഈ സമയം കൊണ്ട്, ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദർ. ഈ സമയം കൊണ്ട് പ്രിൻസസ്, നമ്മുടെ മെർമെയ്ഡും അതേപോലെ തന്നെ മറ്റുള്ളവരും മുകളിലേക്ക് പോയിരുന്നു. മനുഷ്യന്മാരുടെ അടുത്തേക്ക് ഏറ്റവും ടോപ്പിൽ, സീയുടെ ടോപ്പിലേക്ക് പോയിരുന്നു. ഐ വിൽ ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൺഡ് ഹെർ ക്ലോസ്. ക്രാബ് എന്ന് പറഞ്ഞാൽ ഞണ്ട്. ഞണ്ടിന് ക്ലോ അല്ല ഇറുക്കാൻ പറ്റിയ കൈകളുണ്ട് അല്ലേ? ആ കൈകളാണ് ഇവിടെ ക്ലോസ് കൊണ്ട് ഉദ്ദേശിച്ചത്. സോ ഐ വിൽ ക്രഷ് ദം. ഞാനവിടെ പിടിച്ച് ക്രഷ് ചെയ്യും, ഞെരിക്കും എന്ന് പറഞ്ഞു. സോ പ്ലീസ് ഡോണ്ട് ഹേർട്ട് us. We won't dump waste in the sea again, the men begged. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ മനുഷ്യന്മാർ പറയാണ്, പ്ലീസ് ഡോണ്ട് ഹേർട്ട് us. ഹേർട്ട്, ഞങ്ങൾ ഉപദ്രവിക്കരുതേ. ഹേർട്ട് ചെയ്യാൻ ഉപദ്രവിക്കുക. സോ പ്ലീസ് ഡോണ്ട് ഹേർട്ട് us മീൻസ് ദയവായിട്ട് ഞങ്ങൾ ഉപദ്രവിക്കല്ലേ. വി വോണ്ട് ഡംപ് വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. ഞങ്ങൾ ഇനി ഒരിക്കലും സീൽ, കടലിൽ ഡംപ് ചെയ്യില്ല, ഇടുകയില്ല, വേസ്റ്റ് ഇടുകയില്ല. ദ മെൻ ബെഗ്ഡ്. അവർ യാചിച്ചു. ബെഗ്ഡ് മീൻസ് യാചിച്ചു. ഇവിടെ മനുഷ്യന്മാർ അത് യാചിച്ചു ഈ ഫിഷിനോട്, എല്ലാ മത്സ്യങ്ങളോടും അവർ യാചിച്ചു. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. ഞങ്ങളുടെ കടലിനെ നിങ്ങൾ മലിനമാക്കുകയാണ്. പൊല്യൂട്ടിങ് മീൻസ് മലിനമാക്കുക. മലിനമാക്കുക എന്ന് വെച്ചാൽ കേടുവരുത്തുക. ഞങ്ങളുടെ കടലിനെ കേടുവരുത്തുകയാണ്. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്. ഞങ്ങളുടെ ജീവനെയാണ് നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്തത്. അപ്പോൾ കടലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സോ കടലിനെ മലിനപ്പെടുത്തുമ്പോൾ ഞങ്ങളെയാണ് കൊല്ലുന്നത്. ഞങ്ങളുടെ ജീവിതം, ലൈഫ്സ്, ഞങ്ങളുടെ ജീവിതത്തെ മലിനപ്പെടുത്തുന്നു. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇത് ആവർത്തിക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. വാണ്ട് പ്രിൻസസ് ജൂലിയ. അപ്പോൾ പ്രിൻസസ് ജൂലിയ മെർമെയ്ഡ് എന്ത് പറഞ്ഞു? വാൺ ചെയ്തു. അവരോട് പറഞ്ഞു ഇനിത് ആവർത്തിക്കരുത്. ആൻഡ് ലെറ്റ് ദം ഗോ. അങ്ങനെ അവരെ വിട്ടു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻഡ് ദ വേവ്സ്. അപ്പം എന്താണ് റേസ് ഓഫ് ദ സൺ? സണ്ണിൻ്റെ, അതായത് സൂര്യൻ്റെ റേസ്, കിരണങ്ങൾ, സൂര്യൻ്റെ പ്രകാശം. ബ്രൈറ്റൻഡ് ദ വേവ്സ്. വേവ്സ് എന്താണ്? തിരമാലകൾ. തിരമാലകളെ ഇങ്ങനെ വെളുപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വെള്ള കളറായിട്ട്, അതല്ലെങ്കിൽ സൂര്യപ്രകാശം തിരമാലയിൽ പതിഞ്ഞു. അപ്പോൾ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടായി. അതായത് പ്രശ്നമെല്ലാം തീർന്നു. കടലിൻ്റെ ഒരു പ്രശ്നം തീർന്നു. അതുപോലെ തന്നെ ഈ മനുഷ്യന്മാർ രക്ഷപ്പെട്ടു. അതിനി അവർ തിരികെ വരില്ല. പിന്നെ കടലിൽ ഇതൊന്നും നിക്ഷേപിക്കില്ല. അപ്പോൾ വളരെ പ്ലസൻ്റായ, സന്തോഷകരമായ ഒരു അവസ്ഥയാണല്ലോ. അതുകൊണ്ടാണ് ഇത്തരമൊരു സെൻറ്റൻസ് ചെയ്തത്. കടലിൻ്റെ ശോഭയിൽ, സൂര്യൻ്റെ ശോഭയിൽ കടൽ തിളങ്ങി എന്ന് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാം. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.